ഹലോ ഗിരിയേട്ടാ. എന്താ വിളിച്ചത്? ഗിരിയേട്ടൻ ഹൗ ചിരിച്ചല്ലോ. ഞാനിപ്പോ പുറത്താണ്. ഞാൻ വീട്ടിലെത്തിട്ട് തിരികെ വിളിക്കാം. വിളിക്കൂലേ? ഓ തെണ്ടി അടുത്തുണ്ട്. വീഡിയോ കോളിൽ പിന്നെ വരാം. എന്റെ ശ്രീകാന്ത്, അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാസം തരാനുള്ള വാടക പോലും തരാത്തവനാ. പിന്നെ അതിന്റെ കാശ് ശ്രീകാന്ത് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം. നല്ല വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. സൗണ്ട്ലെസ് വണ്ടി, പാതിരാത്രിക്കുള്ള മിസ്ഡ് കോളും അണ്ണന്റെ ടൈം. ഒന്ന് പോതറിയാന്ന്. ഞാനിതൊന്ന് മറക്കട്ടെ. ഹലോ, മൂപ്പര് ഉറങ്ങിയോ? ആണാ? പുരുഷ യുദ്ധത്തിന് പോയാ? ഒരു മണിക്കൂർ നിനക്ക് വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട്. ശ്രീകാന്ത്, മൊബൈലിൽ വിളിച്ചാൽ സ്വിച്ച് ഓഫ്. കാശ് അവിടെ. എനിക്ക് ചിട്ടി വിളിച്ചൊരു 30,000 രൂപ നാളെ കിട്ടും. ഞാൻ നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. അതുകൊണ്ട് എന്താവാനാണ്? കൊലത്തും. എടാ, പലിശ മാത്രം 50,000 രൂപ. നീ വെറുതെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ടോന്ന്. ഗിരി, നീ വെറുതെ എന്നോട് ഉടായ്പ കാണിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. എനിക്കെന്റെ കാശ് വേണം. അത് വാങ്ങിക്കാനും എനിക്കറിയാം. ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ, കൂതറയ്ക്ക് കഞ്ഞി വെച്ചവനാ. ഓ, അവൻ എൻ്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും. സൈലൻസാ എനിക്കിഷ്ടം. ആയിക്കോട്ടെ. അഹങ്കാരത്തിനൊരു കുറവില്ല. എന്റെ വാടകയുടെ കാര്യം എന്താടാ? അടുത്ത ആഴ്ച തരാടോ. തരില്ല. നിന്റെ കടയുള്ളപ്പോ നീ തന്നിട്ടില്ല. പിന്നെ കടയും പൊട്ടി കുത്തോളം എടുത്തിരിക്കുന്ന നീ എങ്ങനെ തരും? പറടാ. എന്താ ഒന്നും മിണ്ടാത്തെ? തനിക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം? നീ അധികാരമേ കയറ്റം കയറൂല. എന്താടി? നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. ഹലോ. അതെ, കിടക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വന്നോളാം. എന്നാ കഴിച്ചോ, വേണേ കഴിച്ചോ. ഇനി തമ്പി സാറൊന്നും തന്നില്ല എന്ന് പറയരുത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. സുധേച്ചി. ജോസേ, എന്താടാ തമ്പി? എന്നേക്കാൾ പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. എടാ, ചായ എടുക്കടാ. ചേച്ചി വാ. ഞാൻ സുധേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ആരും എടുത്തില്ല. ഓരോരോ തിരക്കിലെങ്ങനെ. ആണോ? ചേച്ചി എന്തി? ക്ലീറ്റസേ, ഞാനിതൊന്ന് കൊടുത്താലോ എന്ന് ആലോചിക്കുക. മോന്റെ റിസൾട്ട് വരാറായി. മോളുടെ കാര്യം കൂടി നോക്കണ്ടേ? എല്ലാത്തിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ക്ലീറ്റസിന് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഗൾഫൊക്കെ നോക്കണ്ട ചേച്ചി, ഒന്നും ശരിയായില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെ മാറണമെന്ന് പറയാം. ക്ലീറ്റസേ, നീ ഇവിടെ ഇരിക്കേ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഒന്നും തോന്നരുത്. ശരി. ചേച്ചിക്ക് ചായ ഉണ്ടേ? വേണ്ട ജോസേ, ചെല്ലട്ടെ. കഴിക്കാനാ നിന്നോട് പറഞ്ഞത്. കഴിക്കും. എടാ, വീട് വിൽക്കാൻ പോവാണ്, പട്ടിണി കിടത്തിയാവുന്നു. വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട്. കൂടെ വേറെ പണിക്കാരുണ്ടോ? രണ്ടുപേരുണ്ട് സാർ, മെയിനായിട്ട്. എന്നാ പിന്നെ വാ, കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം. ടൗണിലേക്ക് തന്നെ പോവാം. എനിക്കും പോയിട്ട് ആവശ്യമുണ്ട്. ഒരു ഡ്രൈവ് ആവുമല്ലോ. വാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ്.
ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റായിരുന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. എന്തായി ക്ലീറ്റസിൻ്റെ പ്രശ്നങ്ങൾ? ഓ, അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക സാറേ. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ? സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാവും സാർ. എന്ത് ജോലിയും ചെയ്യാം. അത്രയ്ക്ക് പ്രശ്നമായി പോയി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള വഴി അതിൽ തന്നെ ഉണ്ടാകുന്ന. സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ? നോക്കാം. അതെന്നെ ഇഷ്ടമുള്ള വരവാ സാർ. രമണ, ഞാനൊരു കസ്റ്റമറായിട്ട് ഒരു വഴിക്ക് പോവാ. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോ. നിന്നെ അന്വേഷിച്ച് നടക്കലല്ല എന്റെ പണി. നീ ബംഗ്ലാവിൽ കാണൂല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അതുകൊണ്ടാണ് നട റോഡിലാക്കാന്ന് വെച്ചത്. നീ പോടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്കിനി ഡയലോഗില്ല. നീ എന്നെ വഴി തടഞ്ഞു നിർത്തിക്കൊണ്ട് നിനക്ക് കാശ് കിട്ടാൻ പോകുന്നുണ്ടോ? നീ തന്ന കാശിന് എത്ര ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ? ഇൻട്രസ്റ്റ് ലാടാ എനിക്ക് ഇൻട്രസ്റ്റ്. നിനക്ക് തരാനുള്ള കാശ് ജോസ്മുൻ തന്നില്ലേ? ബാക്കി 25,000 അതപ്പോ കാശ് കൊടുത്തിട്ട് പോടാ. നിനക്ക് ഞാൻ കാശ് തരാണ്ടോടാ? ഇപ്പൊ നീ പൊക്കോ. രമണനാരാന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. സൗരം പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം. വണ്ടി ഏറാ. താങ്ക് യു സാർ. പാടൂ. ആ രമണനാണ് കൊള്ളാലോടൂ. അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. സാറിന് ബുദ്ധിമുട്ടായോ? എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ? അത് കുറച്ചധികം ഉണ്ട്. ഓ, തീരുമറി നടത്തി പലിശയും മുതലും മുടങ്ങി. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ. എന്നിട്ട് വേണം മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നല്ലടൂ മനസ്സമാധാനം. വാ. ആ എന്തായി? എവിടെയാ? ഞാൻ പുറത്താണ്. ഞാൻ എപ്പോ വിളിച്ചാലും ഗിരിയേട്ടൻ പുറത്താണല്ലോ. ആ ഞാൻ ശരിക്കും പുറത്തായി ഇപ്പോ. എന്നുവെച്ചാ? ഒന്നുമില്ല എന്റെ ചാന്ദിനി, നീ വിളിച്ച കാര്യം പറ. അത് കൊള്ളാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണോ? നമ്മൾ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? നീ പോയി നിന്റെ ആങ്ങളോട് ചോദിക്കടി. നിങ്ങൾ അളിയനും തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? കാശ് കാശ് കാശ്. അവൻ എന്നാടി കാശ് കാരനായത്? എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടാ, അതാണ് നിന്റെ പ്രശ്നം. നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ ക്ലീറ്റസ്. ഹലോ ക്ലീറ്റസ്, എടോ പറഞ്ഞു, എനിക്ക് കേൾക്കാം. പറ. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഹലോ ക്ലീറ്റസ്, ഇക്കാ കൊച്ചിനെ അപ്പുറത്തെടുത്ത്. നിങ്ങൾക്ക് കുറച്ച് പണം തരാൻ. എടോ താരനാണോ എനിക്ക് കാശ് തരണത്? താരൻ എനിക്ക് കാശിന്റെ കുറവൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ക്ലീറ്റസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. ഒന്ന് വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. ചുമ്മാ കാശ് കൊണ്ട് തരാനായിട്ട് ഞാൻ സ്വാമി വരുമല്ലേ. ആ എന്തായി? വലിയ ബാഗൊക്കെ ആയിട്ട് പുതിയ വല്ല കച്ചവടം തുടങ്ങിയാ? ഉണ്ടായിരുന്ന കച്ചവടവും പൂട്ടി. ഞാൻ 3-4 മാസം വാടക കൊടുക്കാണ്ടായിരുന്നു. ഹസ് ഭാഷ പിടിച്ച് പുറത്താക്കി. അവരൊന്നും അറിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താവാടും എൻ്റെ റൂമിൽ താമസിക്കും. സൗകര്യങ്ങളൊക്കെ കുറവാ. കാറ്റും മഴയും കൊള്ളില്ല. കൊടുങ്കാറ്റില്ല കേട്ടോ. അല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ? താൻ വാടും. അടുത്ത മുറി ഇടുമ്പോൾ താൻ മാറിക്കോ. വാ.